मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എടാ, നീ എന്താ അവിടെ ചെയ്യുന്നത്? എടാ, ഇത് പൊട്ടും, സംശയമുണ്ടോ? നിനക്കെന്താണ് കണ്ണ് കണ്ടൂടെ? നിനക്കെന്താ സൂക്ഷിച്ചു വരാൻ പാടില്ലായിരുന്നോ? മരത്തിനെന്തിനാ ഗോൾഡ് പെയിന്റ് അടിച്ച? എനിക്ക് റിമോട്ട് കാർ വാങ്ങാനായിട്ട് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവൻ എപ്പോ നോക്കിയാലും ഇതിൽ നിന്ന് പൈസ മോഷ്ടിക്കാനായി നോക്കുന്നുണ്ട്, സംശയമുണ്ടോ? അവൻ ഇതുവരെ ഇതിനകത്ത് ഒറ്റ പൈസ പോലും ഇട്ടിട്ടില്ല. കിട്ടുന്ന കാശെല്ലാം ഐസ്ക്രീമും ചോക്ലേറ്റും വാങ്ങിച്ച് കഴിക്കുക. ഞാനും കാശ് ഇട്ടിട്ടുണ്ട്, മുഴുവനായിട്ട് 1 രൂപ. അറിയാവോ? എപ്പോഴാ? ദീപാവലിക്ക്. ദീപാവലി കഴിഞ്ഞിട്ട് ഇപ്പൊ 10 മാസമായി. നിനക്ക് ഇതിൽ നിന്ന് ഇപ്പൊ ഒരു പൈസയും കിട്ടാൻ പോകുന്നില്ല. തരണ്ട, നോക്കിക്കോ. ഒരു ദിവസം എന്റെ കയ്യിൽ തീർച്ചയായിട്ടും കാശുണ്ടാവും. അന്ന് ഞാൻ ആരാണെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. ശരി ശരി, സമയം ഒരുപാടായി. ഇനി നീ ഉറങ്ങ്, ഞങ്ങളെ ഉറങ്ങാൻ വിട. ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും ഇവരെനിക്ക് വാങ്ങി തരുന്നില്ല. വിഷമമാണ്? അല്ല, ഞാൻ ഹണിയാണ്. നീ ആരാണ്? ഹാപ്പി. എല്ലാരും ഹാപ്പിയാ, പക്ഷെ ഞാൻ മാത്രം വിഷമത്തിലാ. എന്റെ പേര് ഹാപ്പി ദേവത എന്നാ. ഞാൻ എല്ലാവർക്കും നല്ല സന്തോഷം നൽകും. നീ ദേവതയാ? അല്ല, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ലോകത്ത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ കാശില്ലല്ലോ. എന്നാൽ അവരൊന്നും ദുഃഖിതരല്ല. എല്ലാവരും ഉപദേശം മാത്രം തരുന്നുണ്ട്, പക്ഷെ ആരും പൈസ തരുന്നില്ല. എനിക്ക് പണക്കാരനാവണം. ശരി, എന്നാ നിനക്ക് ഞാൻ ഒരു വരം തരാം. നീ ഏത് വസ്തുവിൽ തൊടുന്നുവോ അതുടൻ സ്വർണമായി മാറും. സ്വർണം വെച്ച് എന്ത് ചെയ്യാനാ? എനിക്ക് പൈസയാണ് വേണ്ടത്. നീ ഒരു മണ്ടനാ. അല്ല, ഞാൻ കഴുതയാണ്. ശരി, എന്നാ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ദാ നോക്ക്, നിന്റെ കയ്യിൽ സ്വർണമുണ്ട്. പിന്നെ നീ പണക്കാരനാകും. സ്വർണം വിറ്റ് കഴിഞ്ഞാ പിന്നെ നിന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടാകുമല്ലോ. ശരി ശരി, എന്നാ വേഗം ആ വരന്താ. നാളെ സൂര്യോദയത്തിന് ശേഷം നീ ഏത് വസ്തുവിൽ തൊട്ടാലും അത് സ്വർണമായി മാറും. താങ്ക് യു. മരം സ്വർണമായി മാറിയല്ലോ. സ്വർണ്ണ മുട്ടയോ? അപ്പൊ ദേവത തന്ന വരം സത്യമാണ്. ബണ്ണി, സോർദാർ, പോപ്പട്ട്.
കഴുതേ മരത്തിനെന്തിനാ ഗോൾഡ് പെയിന്റ് അടിച്ച്? പെയിന്റ് ഒന്നും അടിച്ചതല്ല, ഇത് സ്വർണമാണ്. ഞാൻ ഏത് സാധനത്തിൽ തൊടുന്നുവോ അത് ഉടൻ സ്വർണമായി മാറും. ഞാൻ പണക്കാരനായി മാറി. നീ പണക്കാരനല്ല, ഭ്രാന്തനായി മാറി. സംശയമുണ്ടോ? എടാ ഞാൻ പറഞ്ഞത് സത്യമാ. ദേ നോക്ക്, സ്വർണത്തിന്റെ മുട്ട. ഏയ്! ഇത് സത്യത്തിൽ സ്വർണം തന്നെയാണ്. അത് നീ വച്ചോ, എന്റെ പക്കൽ ഇനിയുണ്ട്. ഞാൻ ഇത് വിറ്റ് ഉടൻ തന്നെ റിമോട്ട് കൊണ്ട് ഓടിക്കുന്ന കാർ വാങ്ങാൻ പോവാ. കൂട്ടറും സ്വർണമായി മാറി. സംശയമുണ്ടോ? ഇത് എന്റെ വകയായിട്ട് സോർദാറിനുള്ള ഗിഫ്റ്റ്. താങ്ക് യു കൂട്ടുകാരാ. ഇനി ഞാൻ സ്വർണ്ണ സ്കൂട്ടറിൽ ചന്തയിലേക്ക് പോകും. നീ വാ, നിനക്ക് ഞാൻ സ്പെഷ്യൽ ന്യൂഡിൽസ് ഉണ്ടാക്കി തരാം. ആ അതെന്തായാലും കൊള്ളാം. ഇതൊരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. സംശയമുണ്ടോ? എന്റെ മുട്ടയെ നീ സ്വർണ്ണമാക്കി മാറ്റിയല്ലേ? ഇവൻ തൊടുന്നതെല്ലാം സ്വർണമായി മാറും. എന്റെ അമ്മച്ചി, ഇവൻ എങ്ങാനും എന്നെ തൊട്ടാ ഞാനും സ്വർണമായി മാറും. മുട്ട പോണെങ്കി പോട്ടെ, അത് പിന്നെ ഉണ്ടാക്കാലോ. നിനക്ക് ഇതിൽ നിന്ന് ഒരു പൈസ കിട്ടാൻ പോകുന്നില്ല. ഇരിക്ക് ഹണി, നിനക്ക് ഞാൻ നൂഡിൽസ് കൊണ്ടുവരാം. എനിക്കൊരു ടോസ്റ്റ് വേഗം എടുക്ക്, വല്ലാതെ വിശക്കുന്നു. സംശയമുണ്ടോ? വെയിറ്റ് ചെയ്യ്, എനിക്കിപ്പോൾ ഹണിക്ക് വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കണം. കാശുള്ളവർക്ക് മാത്രമേ എന്നും എല്ലാം കിട്ടൂ. സംശയമുണ്ടോ? സ്വർണ്ണ സ്കൂട്ടർ കിട്ടിയതിന്റെ നന്ദിയായിരിക്കുമല്ലേ? നിന്റെ കൂടിനെ ഞാൻ ഇപ്പൊ തന്നെ സ്വർണമാക്കി മാറ്റാം. വീട്ടിലെ സാധനങ്ങൾ ഞാൻ സ്വർണമാക്കി മാറ്റാൻ പോവാ. മേഡം ഒരുപാട് സന്തോഷിക്കും. ഏയ്! ഏയ്! ഹണി, ഇതൊന്നും ഒട്ടും ശരിയല്ല. നീ സന്തോഷിക്കാണ് വേണ്ടത്. നമ്മളിപ്പോൾ പണക്കാരായി മാറി. ഹണി, നൂഡിൽസ്. അടിപൊളി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ന്യൂഡിൽസും സ്വർണമായിട്ട് മാറിയല്ലോ. എങ്ങനെ കഴിക്ക? എന്തായാലും ആപ്പിള് കഴിക്കാം. ശരി, എന്തായാലും വെള്ളം കുടിക്കാം. എന്ത് പറ്റി? ഇവൻ കുടിച്ച വെള്ളവും സ്വർണമായി മാറിയെന്ന് തോന്നുന്നു. വെള്ളവും സ്വർണമായിട്ട് മാറി. സംശയമുണ്ടോ? ഇങ്ങനെ കിടന്ന പട്ടിണി കിടന്ന് ഞാൻ തീർച്ചയായിട്ടും മരിക്കും. കൊച്ചളിയ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഹണി, നീ ബണ്ണി ഇപ്പോൾ സ്വർണമാക്കി മാറ്റി. കൊച്ചളിയ, കൊച്ചളിയ. ഇനി ഇവനെ ഷോക്കേസിൽ വെക്കാൻ മാത്രമേ കഴിയൂ. സംശയമുണ്ടോ? ബണ്ണി, എടാ ബണ്ണി, എന്തെങ്കിലും ഒന്ന് പറയേ. ഇല്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. കണ്ടോ, നിന്റെ അളിയെ നിനക്കിട്ട് തന്ന പണി. ഇല്ല, എനിക്ക് ബണ്ണി ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ദേവതേ, ദേവതേ, ഹാപ്പി ദേവതേ, ഹാപ്പി ദേവതേ. ദാ നോക്ക്, എനിക്ക് എന്റെ ബണ്ണിയെ ഉടനെ വേണം. എനിക്ക് എന്തായാലും ഈ വരം വേണ്ട. വേഗം ബണ്ണിയെ പഴയതുപോലെ ആക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിനക്ക് പണക്കാരനാകണമെന്ന് പറഞ്ഞു, ഞാൻ പണക്കാരനാക്കി. ദേ നോക്ക്, നിന്റെ അടുത്തുള്ള എല്ലാ സാധനവും സ്വർണമായി മാറി. നിന്റെ കൊച്ചളിയനും. പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് ഒന്നും തന്നെ വേണ്ട. എനിക്ക് യാതൊന്നും തന്നെ വേണ്ട. ബണ്ണി, ബണ്ണി, ബണ്ണി. എനിക്ക് യാതൊന്നും തന്നെ വേണ്ട. എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട.
ഇപ്പോഴൊന്നും വേണ്ടെന്ന് പറയുന്നോ? നിനക്ക് വേണ്ടിയാണത് പൊട്ടിച്ച് ഞങ്ങൾ റിമോട്ട് കാർ വാങ്ങിക്കൊണ്ടുവന്ന്. ബണ്ണി, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അവനൊരു പ്രശ്നമില്ല. കല്ല് പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? സംശയമുണ്ടോ? ഇല്ല, അവൻ സ്വർണമായിട്ടാണ് ഇരുന്നത്. ഞാൻ ഏത് സാധനത്തിൽ തൊടുന്നുവോ അതെല്ലാം സ്വർണമായിട്ട് മാറും. നീ ഒരു മണ്ടൻ കഴുതിയാ. സ്വപ്നങ്ങളും അതുപോലെ തന്നെയാണ് നീ കാണുന്നത്. സ്വപ്നമോ? അല്ലാതെ എന്താ? ആരെങ്കിലും തൊട്ടെന്ന് വെച്ച് എന്തെങ്കിലും സ്വർണമായിട്ട് മാറുമോ? സംശയമുണ്ടോ? താങ്ക് ഗോഡ്, സ്വപ്നമായിരുന്നു. സോറി, കഥകൾ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന പിടിച്ചോ കാറ്. സ്വപ്നമായിരുന്നില്ലത്. കണ്ടോ, കാർ സ്വർണമായിട്ട് മാറി. ഇട കഴുതേ, ഇത് സ്വർണത്തിൻ്റെതല്ല. ഞങ്ങൾ നിനക്ക് വേണ്ടി ഗോൾഡൻ കളർ കാർ വാങ്ങിച്ചോണ്ട് വന്നതാ.